പ്രതീക്ഷിക്കാം. ഇനി കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ 1ാം വർഷ വിദ്യാർത്ഥിയുടെ കൈക്ക് പരിക്കേറ്റു. മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത സംഭവത്തിൽ സസ്പെൻഷനിലായതിനു പിന്നാലെ കൗൺസിലിംഗ് തേടി സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികളാണ് വീണ്ടും റാഗിങ്ങിന് നേതൃത്വം നൽകിയത്. യൂണിഫോമിൽ മുഴുവൻ ബട്ടണും ഇടണമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം റാഗിംഗ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങരുത് എന്ന് പിന്നീട് ആവശ്യപ്പെട്ടു. ഇവര് ആദ്യമൊക്കെ പറഞ്ഞ് കുടുക്കിടണോ, ഷർട്ടിന്റെ ബട്ടൺസ് ഫുള്ളിടണോ, നമ്മളെ ബഹുമാനം കാട്ടണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മൾ തമാശാക്കി എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ അക്കൗണ്ട് പറ്റില്ല, നിങ്ങൾ അക്കൗണ്ട് തുടങ്ങണ്ട, നമ്മളൊക്കെ പോയിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയില്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് ഇവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇന്നലെ പുറത്ത് MCC ബാങ്കിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പ് പോയപ്പോൾ ഒരു 10-25 ആൾക്കാർ ചുറ്റും നിന്നിട്ട് ഒറ്റക്ക് കൂടിയടിച്ച്. അധ്യാപകരോട് റാഗിങ്ങിനെ പറ്റി പരാതി പറഞ്ഞുവെങ്കിലും അവഗണിച്ചു എന്നും വിദ്യാർത്ഥിയുടെ സഹോദരൻ പറയുന്നു. രാത്രി എനിക്ക് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇന്ന് രാവിലെയും പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് സ്കൂളിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് വേണം കസബയിൽ പോയി പറയാനെന്ന് പറഞ്ഞു. ഇവൻ ഇങ്ങനത്തേലേക്കൊന്നും പോവാത്ത ഒരാളാണ്, ഒതുങ്ങിക്കൂടി പോകുന്നൊരു ക്യാരക്ടറാണ് ഇവൻ്റെ. അപ്പോൾ ഇവനിങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ഇവരെ മെയിൻ ഇതന്നെ പ്രൊവോക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് മുണ്ടെടുക്കാറുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ മുണ്ടെടുത്ത് എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു പരിപാടി. അതിൽ ഇവരോട് മുണ്ടെടുക്കരുതെന്ന് പറയാം, ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് തുടങ്ങരുതെന്ന് പറയാം. വെച്ചാൽ ഒരു അവൻ്റെ ആപ്പായിട്ടുള്ള ഒരു മാതിരിയാണ് ഇവർ സംസാരിക്കുക. അത് ഇവർക്ക് ചില പറ്റൂല, അവർ അതിന് റിയാക്ട് ചെയ്യും. ഇവർ സീനിയോറിറ്റി കാണിച്ചതാണ് അവിടെ. MS അനീഷ് കുമാർ വിവരം നൽകും. കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിച്ചത് ഒരു തവണ ഇതേ കുറ്റകൃത്യം ചെയ്തവർ ആ കൗൺസിലിംഗ് ഒക്കെ തേടി നല്ല പിള്ളേരെ തിരികെ എത്തിയവരാണ്. എത്ര പഠിച്ചിട്ടും പഠിക്കാത്തവരാണല്ലോ അവർ. അനീഷ്, കേൾക്കാമോ? ഈ ഒരു തവണ റാഗിങ്ങിന് പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറ്റകൃത്യത്തിന് നടപടി നേരിട്ട ആ കുട്ടികൾ തന്നെ വീണ്ടും ഇത്തരത്തിലൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയുക, കിട്ടിയിട്ടും പഠിച്ചില്ല എന്ന് പറയില്ലേ, അതുപോലെ. തീർച്ചയായും എന്തോ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിലായി, അവിടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായി ഇത്തരം സമാനമായ കാര്യങ്ങൾ ഒരുപാട് കണ്ടുവരികയാണ്. പ്രത്യേകിച്ചും ഈ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന സീനിയർ വിദ്യാർത്ഥികൾ, അതും സ്കൂൾ തലത്തിലാണ് ഇത്തരത്തിലെ ഈ റാഗിംഗ് പോലുള്ള നടപടിക്രമങ്ങൾ ഏറിയ പങ്കും കാണുന്നത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഈ സാമൂതിരി സ്കൂളിൽ തന്നെ പരിശോധിച്ചാൽ +1 കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ പരാതിക്കാരനായ വിദ്യാർത്ഥി. ഈ +2 വിദ്യാർത്ഥികളാണ് ഈ റാഗിംഗ് ചെയ്ത അല്ലെങ്കിൽ റാഗിങ്ങിന് നേതൃത്വം നൽകുന്ന ആളുകൾ. ആദ്യം തന്നെ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനായി ഒരു പ്രത്യേക ഇരിപ്പിടം അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ ടോയ്ലറ്റിന് സമീപമുള്ള ഒരു ഇടമാണ്. ആ ഇടത്തിൽ ഈ ആദ്യ വർഷ വിദ്യാർത്ഥികൾ ഇരുന്ന് തുടങ്ങിയിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ മുതിർന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണിത്, ഇവിടെ നിങ്ങൾ ഇരിക്കരുത് എന്ന് പറഞ്ഞാണ് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവിടെ വെച്ചാണ് ഈ ഷർട്ടിൻ്റെ ബട്ടൺസും മറ്റുമൊക്കെ മുഴുവൻ ഇടണം, അല്ലെങ്കിൽ യൂണിഫോം ഇടുമ്പോൾ മുകൾ ഭാഗത്തെ ബട്ടണുകൾ തുറന്ന് വരരുത്, ഏറ്റവും മുകൾ തട്ടിലുള്ള ബട്ടണും ഇടണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇവർ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ട് ജൂനിയർ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം ഈ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് 2ാം വർഷ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നൽകിയത്. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ 2ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങാനാവൂ അല്ലെങ്കിൽ തുടങ്ങാവൂ എന്നൊരു താക്കീത് നൽകി. എന്നാൽ ഇത് അവഗണിച്ച് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുകയും അവരുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ചിത്രങ്ങൾ ഷെയർ ചെയ്തപ്പോൾ വീണ്ടും ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന ആവശ്യമായാണ് സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ അടുത്തേക്ക് എത്തിയത്. പക്ഷേ ഇത്തവണയും ഈ കാര്യങ്ങൾ ഇവർ അവഗണിച്ചു. ഇതേ തുടർന്നാണ് പിന്നീട് സ്കൂളിന് പുറത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് ഏതാണ്ട് 25ഓളം വരുന്ന സംഘം ഈ 3 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. അതിൽ ഒരാൾക്കാണ് കാര്യമായ പരിക്ക് പറ്റിയത്. ആ കുട്ടിയുടെ കുഴ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം ശരീരത്തും കഴുത്തിലുമൊക്കെയായി ഈ മർദ്ദനത്തിന്റെ പാടുകളും ഉണ്ട്. ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പിന്നീട് കസ്ബ പോലീസ് സ്റ്റേഷനിലും സ്കൂളിലും എത്തി പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റ് 2 വിദ്യാർത്ഥികൾക്കും അവർക്കും കാര്യമായ പരിക്കുകളുണ്ട്, എന്നാലും അവരും പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സമാനമായ
രീതിയിൽ തന്നെ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതിന് അടുത്തിടെ തന്നെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു ഇവർ. താൽക്കാലികമായി അവരെ മാറ്റി നിർത്തിയതായിരുന്നു. പിന്നീട് ഈ കൗൺസിലിങ്ങിന് വിധേയമായ ശേഷമാണ് നല്ല കുട്ടികളായി വീണ്ടും സ്കൂളിലേക്ക് തിരികെ എത്തിയത്. അവർ അത്തരത്തിൽ മാന്യമായ പെരുമാറ്റവും റാഗിംഗ് പോലുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യില്ല എന്ന ഉറപ്പ് നൽകിയ ശേഷമൊക്കെയായിരുന്നു വീണ്ടും പ്രവേശിപ്പിച്ചത്. പക്ഷേ അവർ വീണ്ടും അവരുടെ ആ സ്വഭാവ വൈകൃതം ആവർത്തിച്ചു. ഈ ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ അവരുടെ അക്രമം അഴിച്ചുവിടുന്നു. അവർക്ക് റാഗിംഗ് എന്ന പേരിൽ പലതരത്തിൽ ആ കുട്ടികളെ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഇത്തവണയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇനി വീണ്ടും ഇവർ ഇത്തരം നടപടിക്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു തവണ പിടിക്കപ്പെട്ടവരാണ്. ഒരു തവണ പിടിക്കപ്പെട്ടിട്ടും അതിൻ്റെ സീരിയസ്നെസ് ബോധ്യമാകാത്ത ആ കുട്ടികൾ വീണ്ടും അതേ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.